ആരോഗ്യം വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും ഉത്തരവാദിത്വം ആണ്. ഞാനൊരു പ്രഭാഷകൻ ആണ്, വെറും ഒരു പ്രഭാഷകനാണ്. ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് പറയണം എന്നേ ഉള്ളൂ. പക്ഷെ വളരെ സ്നേഹമുള്ള പല സുഹൃത്തുക്കളും വിളിച്ചു പറയാറുണ്ട്, താങ്കൾ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അതുകൂടി ഞങ്ങളുടെ അറിവിലേക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇതാണ് അതിന്റെ അർത്ഥം. ഒരു ചാക്ക് നെല്ല് കൊണ്ടുപോകുമ്പോൾ ചാക്ക് നിറച്ചതിന്റെ ബാക്കി അവിടെ കുറച്ചുണ്ട്. അപ്പൊ ആ നെല്ല് കൂടി ഒരു പിടിയായിരിക്കും വാരിയിട്ടപ്പോ ആ ഉണ്ടാകുന്ന അരിയോണ്ട് ഉണ്ടാക്കുന്ന കഞ്ഞിക്കോ ഇയാളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം ആ നെല്ലും കൂടി അതിൽ ചേർത്തോണ്ടാണല്ലോ. ആരോഗ്യം വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യണം? ശാസ്ത്രം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്ന വിറ്റാമിൻ വേണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒക്കെ 100% ശരിയാണ്. ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം ക്ഷീണിക്കും. പക്ഷെ അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരോഗ്യം തരുന്നത് ആരാ? വേദാന്തത്തിൽ പറയുക സൂര്യൻ ആണ്. സൂര്യ ഭഗവാനാണ് ഇത് മുഴുവൻ തരുന്നത്. ആ സൂര്യഭഗവാൻ തരുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മളുടെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ പ്രാണൻ. സൂര്യനിൽ നിന്ന് ശേഖരിക്കുന്നതാണ് മുഴുവൻ. വൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വൃക്ഷങ്ങളുടെ മുഴുവൻ വേണ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, സൂര്യഭഗവാൻ. രോഗം മാറ്റിത്തരുന്നത് സൂര്യനാണ്. സൂര്യന്റെ എനർജി പച്ചിലകളും കായ്കനികളും ശേഖരിച്ചു. പച്ചിലകളും കായ്കനികളും ശേഖരിച്ചതിന് ശേഷം നമ്മൾ ഇല ഭക്ഷിക്കുമ്പോൾ ഒരർത്ഥത്തിൽ അതിന് 2ാം സ്ഥാനമാണ് വരുന്നത്. 1ാം സ്ഥാനം സൂര്യനിൽ നിന്ന് നേരിട്ട് എനർജി സ്വീകരിക്കലാണ്. സൂര്യനിൽ നിന്ന് നേരിട്ട് എനർജി സ്വീകരിക്കലാണ് 1ാം സ്ഥാനം. പക്ഷെ അത് യോഗികൾക്ക് മാത്രമേ പറ്റൂ, എല്ലാവർക്കും പറ്റില്ല. യോഗികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നതിനാലാണ് നമ്മൾ ഈ ഇലകളും ഒക്കെ ഭക്ഷിക്കുന്നത്, കായകളും ഒക്കെ. ആ ഇലകളും കായകളും ഭക്ഷിക്കുന്ന വെജിറ്റേറിയൻ ജീവികളെ നോൺ വെജിറ്റേറിയൻ ജീവികൾ ഭക്ഷിക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെയാണ് വെജിറ്റേറിയൻ ഭക്ഷിക്കുന്ന ജീവികളുടെ മാംസം ഭക്ഷിക്കുന്നവരുണ്ട്, നോൺ വെജിറ്റേറിയൻ ജീവികളുടെ മാംസം ഒരിക്കലും ഭക്ഷിക്കില്ല. അതിന്റെ കാരണം അതാണ്. ആട് പച്ചില തിന്നു, ആ ആടിനെ പിന്നെ സിംഹം തിന്നു പറയുമ്പോ എന്തായി? സൗരോർജത്തിൽ നിന്ന് അകലം. എന്നാൽ ഈ സൂര്യനെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇത് കേൾക്കുന്ന എന്റെ ശ്രോതാക്കൾക്ക് ഇതൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കാൻ തയ്യാറായിട്ട് ജീവിതത്തിൽ അനുസരിക്കാൻ കഴിയുമെങ്കിൽ
സൂര്യന് പ്രിയപ്പെട്ടതാവും. സൂര്യന് പ്രിയപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു പ്രശ്നവുമില്ല, ഒരു രോഗവും വരില്ല. എന്തായി സൂര്യന് പ്രിയപ്പെട്ട? സൂര്യന് പ്രിയപ്പെട്ടവരാണെങ്കിൽ സൂര്യന് പ്രിയപ്പെട്ട ക്യാരക്ടർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരല്ലേ നമുക്കിഷ്ടം. അതിൽ ഒന്നാം സ്ഥാനമാണ് നന്ദി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കൂ, നന്ദി. അച്ഛനോട് നന്ദി. അച്ഛൻ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത്. അച്ഛാ നന്ദി. അമ്മയോട് നന്ദി പറഞ്ഞാൽ മതിയോ? ആ നന്ദി എന്നുള്ള ശബ്ദത്തിൽ ഒതുങ്ങുമോ? 1 കോടിയോ 10 കോടിയോ നന്ദി പറഞ്ഞാൽ മതിയാവുമോ? അമ്മ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം നോക്കിയാൽ നന്ദി. ഭാര്യ നന്ദി. മിക്കവാറും വീട്ടിലൊക്കെ ആഹാരം ഉണ്ടാക്കുന്നത് ഭാര്യയല്ലേ. ആ ഭാര്യ തന്ന ആഹാരമല്ലേ, അന്നദാനേശ്വരി അല്ലേ ഭാര്യ. ചെറിയ കാര്യ. കഴിക്കുന്ന ആഹാരത്തെ മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന അന്നത്തെ കുറ്റം പറയാൻ പാടും. ഭർത്താവ് നന്ദി വേണ്ടേ? പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ വൈദ്യുതിയല്ലേ കുടുംബം മുന്നോട്ട് പോകുന്നത്. മക്കളെ കാണുന്നു. ഈ മകൻ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ അച്ഛനായത്. ഈ മകൾ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ അച്ഛനായത്. താമസിക്കുന്ന വീട്, ഈ വീട് എന്റേതാണ്. ആ എന്റേതാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുമ്പോൾ അത് അചേതന വസ്തുവായിട്ട് കരുതരുത്. നന്ദി പറയൂ. നമുക്ക് സമയം പറഞ്ഞു തരുന്നത് വാച്ചാണ്. വാച്ചിനോട് നന്ദി പറയണ്ടേ? എന്റെ ആകാരം ഈ കുപ്പായമാണ്. കുപ്പായ ഊരിയിട്ട് പ്രഭാഷണം നടത്താത്തതിന്റെ കാരണം പ്രേക്ഷകര് എന്നെ വെറുക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരു കളറും രൂപമൊക്കെ തരുന്നത് ഈ കുപ്പായമല്ലേ. കാണുന്നതിനോട് മുഴുവൻ നമ്മൾ നന്ദി പറയണ്ടേ? നടന്നു പോകുമ്പോ നമ്മൾ കാണാത്ത സർപ്പങ്ങള് മാളങ്ങളിലുണ്ട്. അവർ ഓടി വന്ന് കടിക്കുന്നില്ലല്ലോ ആ സർപ്പങ്ങള്. നന്ദി പറയണ്ടേ? നടന്നു പോകുമ്പോ ചുറ്റും നായകൾ. മാങ്കാവിലൊക്കെ എണ്ണം കുറവല്ല. അവർക്കൊന്നും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. ചില നായകളുടെ നോട്ടം കാണുമ്പോ സങ്കടം തോന്നും. നിങ്ങളെ കൊണ്ടൊക്കെ എന്താ കാര്യം? ആ നോട്ടം ശരിയല്ലേ? നിങ്ങളെ കൊണ്ട് എന്താ ഈ കാര്യം? കാരണമില്ലാതെ ഓടി വന്ന് കടിക്കുന്നില്ലല്ലോ ആ നായകൾ. ഇങ്ങനെ നോക്കിയാൽ രാവിലെ മുതൽക്ക് നന്ദി നന്ദി നന്ദി, ഓരോന്നിനോടും നന്ദി. വലിയ സിനിമാ നടനാണ്. ഓഡിയൻസ് ഉണ്ടായതുകൊണ്ടാണല്ലോ നടനായത്, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ ദൈവമേ, കുടിവെള്ളമില്ലെങ്കിൽ പ്രശ്നം എന്താ, ബുദ്ധിമുട്ടെന്താ? വെള്ളം കിട്ടുന്നുണ്ട്, കിണറിലെ വെള്ളം, അല്ലെങ്കിൽ കോർപ്പറേഷൻ വെള്ളം തരുന്നുണ്ട്. കോർപ്പറേഷനോട് നന്ദി പറയണ്ടേ? കറണ്ട് ഉണ്ടായതുകൊണ്ടല്ലേ ഇതൊക്കെ പോകുന്നത്. ഇലക്ട്രിസിറ്റിക്കാരോട് നന്ദി പറയണ്ടേ? എപ്പോഴെങ്കിലും കറണ്ട് ഇല്ലാതെ ആകുമ്പോഴാണല്ലോ അതിന്റെ ദുരിതം അറിയണത്. ഈ വൈകുന്നേരം വരെ ഉള്ളിൽ നന്ദി 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 എന്നുള്ള വികാരം ഉണ്ടാകുമ്പോ പഞ്ചഭൂതങ്ങൾ തിരിച്ചറിയും ഇയാൾ നന്ദിയുള്ളവനാണ്.
പഞ്ചഭൂതങ്ങളാണ് നമുക്ക് ആരോഗ്യം അവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ആരോഗ്യം പ്രക്ഷേപണം ചെയ്യുക. നിങ്ങൾ എവിടുന്ന അതൊക്കെ പറഞ്ഞത്? അത് വേറെ ശാസ്ത്രം, അതിനെ നിഷേധിക്കുന്നില്ല. ആ ശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെ പ്രക്ഷേപണം ചെയ്യൊന്നുമില്ല എന്ന് ഞാൻ തന്നെ ചിലപ്പോൾ ടാക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ചുറ്റുമുള്ള ഓരോന്നും നമുക്ക് ഇപ്പൊ ഈ വേല കൊണ്ട് ഇത് സംസാരിക്കുമ്പോ എന്റെ വീടിന്റെ അവിടെ നിൽക്കുന്ന ഒരു തെങ്ങ് ഒരു വെയിലത്താ നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ട് ഭൂമിയുടെ ഏറ്റവും അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് തേങ്ങ എനിക്ക് തരുന്നു. തെങ്ങിനോട് നന്ദി പറയണ്ടേ? ചുറ്റും നിൽക്കുന്ന ഓരോ ജീവികളും, മാവ് അവിടെ നിൽക്കുന്നു, മാവ് അവിടെ നിന്ന് അടുത്ത കാലത്തേക്ക് വരാനുള്ള മാങ്ങ ഉണ്ടാക്കണം. ഒരു കുട്ടി, മകൾ അവിടെ നിൽക്കണു, 5 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ ഗർഭപാത്രം വളരുകയാണ്. 5 വയസ്സാവുമ്പോഴേക്കും ഒരു പ്രജ കിടക്കാനുള്ള പാകത്തിൽ എത്തിക്കാൻ പ്രായപൂർത്തിയാകുമ്പോഴേക്കും പ്രകൃതി അതിനെ വളർത്തുന്നു. ഇങ്ങനെ മകള് പ്രസവിക്കുമ്പോഴാണല്ലോ നമ്മൾ മുത്തച്ഛനാവണത്. നന്ദിപൂർവം ചിന്തിക്കുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ട് നന്ദിപൂർവം ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലുകാരന് കാശ് കൊടുത്തിട്ടാണെങ്കിൽ ആഹാരം തന്ന ഹോട്ടലുകാരനല്ലേ, ആ സപ്ലൈ ചെയ്യുന്ന ആൾ അന്നദാതാവല്ലേ. ഈ നന്ദി എന്ന വികാരം നമ്മുടെ ശ്വാസത്തിന്റെ ഒരു ഭാഗമായി മാറുമ്പോൾ എനർജറ്റിക് ആവും, നാഡീശുദ്ധി ഉണ്ടാവും, മാറില്ല എന്ന് വിചാരിച്ച രോഗങ്ങൾ മാറും, ആരോഗ്യവാനാവും. ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതും അതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദിപൂർവ്വം വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.